ബറോസ് മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ സംവിധാനം ചെയ്ത് നായകനായിട്ട് ആ സിനിമയിൽ പാടി ഒക്കെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ. മലയാളത്തിൻ്റെ ഒരു മഹാനടൻ സംവിധാനം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അത്രത്തോളം ഒരു ഹൈപ്പ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും സംശയമാണ്. അപ്പം ബറോസ് എന്ന് പറയുന്ന പടം രാവിലെ പോയി കണ്ട് വന്നതിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ വീഡിയോയിലൂടെ നീളം പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഞാനെന്ന പ്രേക്ഷകൻ എങ്ങനെയാണോ ഈ സിനിമ കണ്ടത്, വിലയിരുത്തിയത് എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സിനിമ വിലയിരുത്തണമെങ്കിൽ നിങ്ങൾ തന്നെ പോയി കാണണം എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഞാൻ കണ്ട ആ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. സിനിമയുടെ വിഷ്വലിലേക്ക് പോവുകയാണെങ്കിൽ വിഷ്വലൊക്കെ സൂപ്പറായിരുന്നു. 3D ഒരു രക്ഷയില്ല. നല്ല കിഡിലൻ സാധനമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയുമ്പോൾ ഇത് ഞാൻ കണ്ട തിയേറ്ററിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. സബ് ടൈറ്റിൽസ് ഇതിനകത്ത് മലയാളം അല്ലാതെ കുറേ ലാംഗ്വേജസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് സബ് ടൈറ്റിൽസ് എഴുതി കാണിക്കുന്നുണ്ട്. ഈ സബ് ടൈറ്റിലിൻ്റെ പകുതിയെ കാണുന്നുള്ളൂ, ബാക്കി പകുതി കാണുന്നില്ല. ഞാൻ കണ്ട തിയേറ്ററിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ബത്തേരി ഐശ്വര്യയിലാണ് കണ്ടത്. അതിനകത്ത് 2 സെൻറ്റൻസ് ഇപ്പം ഒരു 2 സെൻറ്റൻസുള്ള സംഭവമാണെങ്കിൽ അതിൻ്റെ മേലത്തെ വശം മാത്രമേ കാണുന്നുള്ളൂ. അടിയിൽ എഴുതി കാണിക്കുന്ന സംഭവം കാണുന്നില്ല. കുറേ സംഭവങ്ങളിൽ ഈ സബ് ടൈറ്റിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മിസ്സാവുന്ന ഒരു സംഭവം അതിനകത്ത് ഫീൽ ചെയ്തു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട തിയേറ്ററിൻ്റെ മാത്രം ആ ഒരു സ്ക്രീൻ റേഷ്യോൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അത് അല്ലാണ്ട് കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയിലേക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ കഥയാണ്. സിമ്പിൾ കഥ ഇൻ ദ സെൻസ് ഓഫ് നമുക്ക് സിമ്പിൾ ഒരു അത്രത്തോളം ഒരു വലിയ കഥ, അങ്ങനെ വലിയ ഒരു സംഭവം ഒന്നും പറയാൻ അവകാശപ്പെടാനില്ലാത്തൊരു കഥ തന്നെയാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഇവരുടെ ആ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും കുട്ടികൾക്ക് അങ്ങനെ ആ ഒരു കുട്ടികൾക്ക് ഇൻവോൾവ്മെൻ്റ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തു. അതായത് കുട്ടികൾക്ക് കുറച്ചും കൂടി ഈ ഒരു സിനിമ എൻഗേജിങ് ആയിരിക്കും. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പടം ത്രൂ ഔട്ട് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സംഭവം എനിക്ക് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ആ ഒരു ഭാഷയുടെ പ്രശ്നമാണോ എന്ന്, നമ്മുടെ ഭാഷയെ നമ്മൾ കുറ്റം പറയല്ലോ. നമ്മുടെ മാതൃഭാഷ അടിപൊളിയാണ്. മലയാളം വൺ ഓഫ് ദ ബെസ്റ്റ് ലാംഗ്വേജ് ഒക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഈ സിനിമ ഇംഗ്ലീഷിൽ കാണുകയാണെങ്കിൽ കിട്ടുന്ന ഒരു സംഭവമില്ല. നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ, ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ആ ഒരു സംഭവം എനിക്ക് മലയാളത്തിൽ ചില സ്ഥലത്ത് ഈ നമ്മുടെ ഡയലോഗിൻ്റെ ഒരു വലിച്ചിലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് പോലെ തോന്നി. അത് ആ ഡയലോഗാണ് എനിക്ക് മെയിൻലി ആ ഒരു ഡ്രോബാക്ക് പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്. അത് ഒരിക്കലും കുറ്റം പറയുന്നില്ല, ചിലപ്പോൾ എൻ്റെ മാത്രം കുഴപ്പമായിരിക്കും, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് മാത്രമായിരിക്കും. പക്ഷേ എനിക്ക് അപ്പോൾ തോന്നി ഇതിൽ ചില ഇംഗ്ലീഷ് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് യെസ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഈ സംഭവം നൈസാണ് എന്നുള്ളൊരു തോന്നൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നി. പിന്നെ ലാലേട്ടൻ ആണ് ഇതിനകത്ത് മെയിൻ ഒരു കഥാപാത്രമായിട്ട്, ബറോസായിട്ട് ലാലേട്ടനാണുള്ളത്. പിന്നെ നമ്മുടെ ഒരു സർപ്രൈസ് എലമെൻറ്റ്സ് അങ്ങനത്തെ ഉള്ള രീതിയിലും കാര്യങ്ങളിലൊക്കെ പടം പോകുന്നുണ്ട്. ഞാനതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. പടം കാണാത്തവരുണ്ടെങ്കിൽ കാണുമ്പോൾ അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റീനെ അത് ബാധിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ ഓവറോൾ ആ ഒരു ഒഴുക്കും കാര്യങ്ങളൊക്കെ, പിന്നെ മ്യൂസിക്കും കാര്യങ്ങളും, ഈ സിനിമേൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമ ഏത് ഋതത്തിലാണ് പോകുന്നത്, ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം അതിപ്പം ഒരു എക്സ്ട്രാ ഓർഡിനറി മാസ് ആക്ഷൻ പടങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർ അങ്ങനത്തെ പടങ്ങളാണെന്ന് വിചാരിച്ച് ഒരിക്കലും ഈ പടത്തിന് പോകാനായിട്ടിരിക്കുക. ഇതൊരു വേറെ ജേണർ, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി. ഇപ്പോൾ കുട്ടികൾ അതന്നെ ആ സിനിമാക്കാർ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫാൻറ്റസി മോഡ് പടം എന്നുള്ള രീതിയിൽ തന്നെ പോയി കാണുക. അല്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആയി പോകും. അതായത് നിങ്ങൾക്ക് വേറൊരു നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഈ പടത്തിന് ചിന്തിക്കാനേ പറ്റില്ല. നമ്മുടെ മലയാളത്തിലെ ഇങ്ങനെ മാസ് ആക്ഷൻ പടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു പടത്തിലേക്ക് നിങ്ങളിതിനെ ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ ഇതിനെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വിഷ്വലും ആ 3D എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പാട്ടൊക്കെ ഉണ്ട്. ആ ഒരു 3D ഭയങ്കരമായിട്ട് നമുക്ക് ഇൻവോൾവ് ആവുന്ന രീതിയിലുള്ളൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് നല്ല വിഷ്വലി ഇമ്പാക്റ്റ് കിട്ടുന്ന കുറേ സാധനങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വുഡു എന്ന് പറയുന്ന ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിരിക്കുന്ന CGI ആണെങ്കിലും പക്ക ഒരു പെർഫെക്റ്റ് സാധനം ചെയ്തു വെക്കില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു നിമിഷവും തോന്നില്ല ഇതൊരു CGI വർക്ക്, മീൻസ് കൂട്ടി അല്ലെങ്കിൽ ഒരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ.
പിന്നെ ആ ട്രെയിലറിൽ കണ്ട പോലുള്ള കട്ടുകളല്ല, എനിക്ക് തോന്നുന്നത് ട്രെയിലർ 3D ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. ട്രെയിലറിൽ കണ്ട പോലുള്ള കട്ടുകളല്ല ഞാൻ തിയേറ്ററിൽ കണ്ടത്. തിയേറ്ററിൽ പക്ക നമ്മൾ അവതാറൊക്കെ കാണുന്ന ആ ഒരു ഇതിൽ തന്നെ നമ്മളിങ്ങനെ വിഷ്വലി ഇങ്ങനെ കണ്ടു പോകുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു എനിക്ക് അതാണ്, ഇതിപ്പം എല്ലാ വയസ്സിലുള്ള ജനറൽ ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല ഈ പടം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ പടം നമുക്ക് വിഷ്വലി ഇമ്പാക്റ്റ് ആയിട്ട് കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം എന്നുള്ളൊരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നമുക്ക് കുട്ടികളൊക്കെ ഇപ്പം നമ്മളെ തിയേറ്ററിലും ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പം ടിക്കറ്റിൽ മീൻസ് അധികം അങ്ങനെ ടിക്കറ്റ് ഇതായില്ല. പക്ഷെ അവിടെ തിയേറ്ററിൻ്റെ ഉള്ളിൽ എടുത്തു പോയപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ചെറിയ തിയേറ്ററാണ്, പക്ഷെ എന്നാലും ഫസ്റ്റ് ഷോ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ അവിടെ നിന്ന് ഞാൻ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഒരു അച്ഛനും മോൻ്റെ സംഭാഷണം കേട്ടു കേട്ടോ. അപ്പോൾ ആ മോൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പടം ഭയങ്കര രസമായി തോന്നി എന്നൊക്കെയുള്ള രീതിയിൽ ആ മോൻ അച്ഛനോട് പറയുന്നത് എനിക്ക് കേട്ടു. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നത് അവർക്ക് ആ കുട്ടികൾക്കൊക്കെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ള രീതി തന്നെയാണ് എനിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത്. ഇനി റിവ്യൂസും കാര്യങ്ങളൊക്കെ വരണം, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടികൾക്ക് എങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഡയറക്ടോറിയൽ ഡിബേറ്റ്, ലാലേട്ടൻ ഒരിക്കലും അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ളത്, അതായത് ലോക സിനിമയിലേക്ക് ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ലാലേട്ടൻ്റെ ഡയറക്ടോറിയൽ ഡിബേറ്റ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് സംവിധാന സംരംഭത്തിലെ ആദ്യത്തെ സിനിമ ലോക സിനിമയിലേക്ക് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാക്കി കൺവേർട്ട് ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു സംഭവമല്ലേ, അതായത് ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഇപ്പം ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരിക്കും ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്നാണ് അതിൻ്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായത്. സോ ഒബ്വിയസ്ലി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വരുമ്പോൾ ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് എൻ്റെ ഒരിത് വേറൊരു തലത്തിൽ ഈ സാധനം മനസ്സിലാവും അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു റിലീസും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ള സംഭവമൊക്കെ നമുക്ക് നോക്കണം. പിന്നെ പാട്ടുകളാണെങ്കിലും ലാലേട്ടൻ പാടിയ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എനിക്ക് അതായത് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇതായത് എന്ന് വെച്ചാൽ എനിക്ക് ആ ഡയലോഗുകളിൽ നിന്ന് കണക്റ്റ് ആവാത്ത സംഭവവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നന്ദി ശ്രീ മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ സിനിമ കാണുന്ന ആ ഒരു പോകെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു പടത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ കണ്ട ബറോസ് എന്ന് പറയുന്ന മൂവിയുടെ ഒരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അത്രേ ഞാൻ പറയുള്ളൂ. എനിക്ക് വേറെ അതിനകത്ത് കൂടുതലൊന്നും ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. സിനിമ കാണാൻ പോകുന്നവർക്ക് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നഷ്ടപ്പെടരുതല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആ സിനിമയുടെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതലൊന്നും അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. എന്തായാലും മലയാളത്തിൻ്റെ മഹാനടൻ ഡയറക്ടറായപ്പോൾ കിട്ടിയത് ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ്. അത് എല്ലാ ജേണറിലുള്ള അല്ലെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ദഹിക്കണം എന്നൊരു നിർബന്ധവും ഇല്ലാത്ത ഒരു മൂവിയാണ്. പക്ഷേ നമുക്ക് പറയാം ആ ഒരു പടം അതിൻ്റെ ക്വാളിറ്റി കൊണ്ട്, ഇപ്പം ചിലത് ക്വാളിറ്റി കൊണ്ട്, ചിലത് കണ്ടൻറ്റ് കൊണ്ട്, അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമുക്കത് പറയാം. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.